ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പൊറാട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു 2-3 മണിക്കൂർ മുന്നേ കുഴച്ച് വെച്ച മൈദ വെള്ളം ഉപ്പും ചേർത്തിട്ട് കുഴച്ച് വെച്ചാണ്. ലേശം എണ്ണ പുരട്ടിയിട്ട് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഓരോ ബോൾസാക്കിയിട്ട് ഞാനൊരു 4-എണ്ണത്തിനുള്ള ഇതാണ് എടുത്തിട്ടുള്ളത് പൊടി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിന് കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് ഓരോ ബോൾസ് പൊറാട്ടൻ്റെ പാകം ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്ക് അറിയാമല്ലോ. അങ്ങനെ എന്നിട്ട് ഇതേപോലെ പരത്തിയിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മേലെ നല്ല തിന്നായിട്ട് പരത്തണം, നൈസായിട്ട്. എന്നിട്ട് എണ്ണ അങ്ങനെ തൂവി കൊടുത്തിട്ട് പിന്നെ ലേശം പൊടി അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത്. പൊറാട്ടയൊക്കെ തിന്നാൻ നല്ല പൂതി ഉണ്ടാവും. ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല എളുപ്പ പണിയാണ്. വീശിയിട്ടൊക്കെ അല്ലേ പൊറാട്ട പണ്ടൊക്കെ. അങ്ങനത്തെ ഇടങ്ങേറൊന്നുമില്ല. അത് വേഗം പരിപാടി കഴിയും. നമ്മളിപ്പോൾ ചപ്പാത്തി ഇതൊക്കെ പരത്തുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മതി. ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ മടക്കിയത് ഇനി ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക. പിന്നെ ഒരു ലേശം പൊടി ഇട്ട് കൊടുക്കണം അതിൻ്റെ മേലെ കൂടെ. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊണ്ടുപോകാം. ഉണ്ടോ? ഇനി ഇത് നമുക്കൊരു കത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഉരുട്ടി കൊണ്ടുവന്നതിൻ്റെ എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇതിൻ്റെ മേലെ മറ്റൊന്നും വെച്ചിട്ട് അമർത്തുക. ഉണ്ടോ? അങ്ങനെ അമർത്തിയിട്ട് ഇതിൻ്റെ മേലെ ലേശം അങ്ങനെ അമർത്തി ലേശം എണ്ണ അതിൻ്റെ മേലെ തൂക്കി കൊടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എന്തെങ്കിലും വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അത് പരത്തി കഴിഞ്ഞാൽ നമുക്കത് ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ലെയറായിട്ട് വരും ഈ പൊറാട്ട. ഞാൻ അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കലുണ്ട്, പക്ഷെ എനിക്ക് എളുപ്പം തോന്നിയത് ഇതാണ്. പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യും. നമുക്കിങ്ങനെ നല്ലത് കുറേ സ്ഥലം വേണ്ട. അങ്ങനെ ഇത് അതിന് മാത്രം വേണ്ട. ഇത് ചപ്പാത്തി പരത്തണ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈമേലിട്ടിട്ട് പരത്തിയെടുക്കാം. നല്ലോണം തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് എളുപ്പമായി ഇത്. അപ്പോൾ എനിക്കിങ്ങനെ നല്ല എളുപ്പമായപ്പോൾ കൂട്ടുകാർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഉണ്ടോ? നല്ല ലെയറായിട്ടുള്ള പൊറാട്ടയാണ്. ഉണ്ടോ? വെറുതെ പറയാം. പിന്നെ അധികം ഉറപ്പൊന്നുമില്ല. നല്ല പദമുണ്ട്. തിന്നാനൊക്കെ നല്ല പദമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പൊടി മൈദ എപ്പോഴും എല്ലാവരും പെരയിലുണ്ടാവുമല്ലോ. അപ്പോൾ എടുത്ത് കുഴച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ചുട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾ ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് എളുപ്പമായോ എങ്ങനെയെന്നുള്ളതൊക്കെ അറിയിക്കണം. ഉണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വരാം.
അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.